മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ പുനരധിവാസ പദ്ധതിക്ക് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും എന്നാണ് വാർത്ത. 2 സ്ഥലങ്ങളിലായി 2 ടൗൺഷിപ്പുകൾ നിർമ്മിച്ചുകൊണ്ടുള്ള സമഗ്രമായ പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ആർ ശ്രീജിത്താണ്. ആർ ശ്രീജിത്ത്, വെരി 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 ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഈ ന്യൂ ഇയറിൽ നല്ലൊരു വാർത്ത തന്നെയാണല്ലോ. മന്ത്രിസഭാ യോഗത്തിൽ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പുനരധിവാസം വാഗ്ദാനം ചെയ്യപ്പെട്ടവരുമായി ചർച്ചയും നടത്തുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, പ്രജിൻ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതാണ്. നേരത്തെ തന്നെ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മന്ത്രിസഭാ അംഗങ്ങൾക്ക് മുന്നിൽ ഒരു പ്രസന്റേഷനായി അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് പദ്ധതിയുടെ വിശദാംശങ്ങളെപ്പറ്റി മന്ത്രിമാർക്ക് നേരത്തെ അറിവുണ്ട്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കൈക്കൊള്ളേണ്ട തീരുമാനങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ് പ്രധാനമായിട്ടും മന്ത്രിസഭയുടെ അജണ്ടയിലേക്ക് വരുന്നത്. മൊത്തം 850 കോടി രൂപ ചെലവിൽ 2 ടൗൺഷിപ്പുകൾ നിർമ്മിച്ച് ദുരിതത്തിനിരയായവരെ പുനരധിവസിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിലുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നത്. ഈ ടൗൺഷിപ്പുകളുടെ രൂപരേഖ അടക്കം എല്ലാം തയ്യാറായി കഴിഞ്ഞു. ഇനി എന്ന് പദ്ധതി നിർമ്മാണം ആരംഭിക്കണം, എങ്ങനെയാണ് ആ പദ്ധതിയുടെ മുന്നോട്ട് പോക്ക്, പദ്ധതിയുടെ മേൽനോട്ടത്തിനായി ഏതെങ്കിലും സമിതിയെ മറ്റും നിയോഗിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം മന്ത്രിസഭ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ ഈ വയനാട് ദുരന്തത്തിനിരയായവരെ സഹായിക്കാൻ നിരവധി ആളുകൾ മുന്നോട്ട് വന്നിരുന്നു. ഈ വീടുകളും മറ്റും വാഗ്ദാനം ചെയ്ത് ഇത്തരത്തിൽ 38 ആളുകളാണ് സർക്കാരിന്റെ വിവിധ വാഗ്ദാനങ്ങളുമായി സമീപിച്ചിട്ടുള്ളത്. അവരുമായി മുഖ്യമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഉച്ചയ്ക്ക് 12:30 ഈ സഹായം വാഗ്ദാനം ചെയ്തവരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. ഈ കോൺഗ്രസ്, കർണാടക സർക്കാർ അടക്കം ആളുകൾ 100 വീടുകളിലേറെ വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഡിവൈഎഫ്ഐ 50 വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ യുവജന സംഘടനകളുമായും സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ക്രിസ്റ്റീന. ശരി, ആർ ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.